ഓരോ കാര്യങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു കുറച്ച് ആപ്പിളിൻ്റെ ഫോട്ടോ ഇങ്ങനെ ആഡ് കൊടുക്കുന്നത് ഇത് ആപ്പിളാണ്, ചിലപ്പോൾ ഫുൾ ആപ്പിളായിരിക്കും, കട്ട് ചെയ്തിട്ടുള്ള ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ, അങ്ങനെ കുറേ ആപ്പിളിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ ആഡ് കൊടുക്കുന്നത് ഇത് ആപ്പിളാണ് ഇങ്ങനെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കുന്ന രീതിയിലാണ് മെഷീൻ ലേണിംഗ് പറയുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും AI അറിയാവുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും അത് നമ്മൾ ചാറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റിംഗ് നമുക്ക് പഠനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ റൈറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യും. നമുക്ക് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. വീഡിയോ നമുക്ക് ഇപ്പോൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഓരോ ചിത്രം പ്രത്യേകത അത്രത്തോളം AI ആപ്പുകളുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും പരിചയം ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും പറയൂ. ഇതൊക്കെ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്ന AI തന്നെയാണ്. നമ്മളെല്ലാവരുടെയും ഫോണിലൊക്കെ ഉണ്ടാവും ChatGPT. അത് ഇപ്പോൾ ഞങ്ങളടക്കം യൂസ് ചെയ്യുന്ന ഇതാണ് ChatGPT. പിന്നെ Meta AI, ഗൂഗിൾ എല്ലാവരുടെയും ഫോണിലുണ്ടാവും. Meta AI ആണെങ്കിൽ തന്നെ ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് Meta AI. പിന്നെ ക്യാൻവ എഡിറ്റ് ചെയ്തൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ്. ഓക്കെ, ഇത് നമുക്ക് Meta AI നോക്കാം. Meta AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഫോണിലൊക്കെ പുതിയ AIs വന്നു തുടങ്ങിയിട്ടുണ്ട്. AIs ക്യാമറയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ക്യാമറ ഒരു ഫോട്ടോ നമുക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അങ്ങനെയുള്ള പുതിയ AI ക്യാമറകൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ വാട്സാപ്പിലും ഇൻസ്റ്റയിലും പുതിയതായിട്ട് വന്നിരിക്കുന്ന AI ആണ് Meta AI. അതൊരു എല്ലാവരുടെയും ഫോണിലൊക്കെ ഉണ്ടാവുമായിരിക്കും, എല്ലാവരുടെയും ഫോണിലുണ്ടാവും. അതുപോലെ അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇപ്പോൾ മെറ്റാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആ സിനിമകളിലൂടെ എടുക്കാം. ചോദിക്കാനും പറയാനും ആരെങ്കിലുമൊക്കെ ആ സിനിമ മാതാപിതാക്കൾ പറയുന്ന സിനിമയുടെ കയ്യിലാണ്. ഓക്കെ, നമ്മുടെ ഫോണിലുണ്ട്. ഇതുപോലെ ചോദിക്കാനും പറയാനും ഒരാൾ നമ്മുടെ ഫോണിലുണ്ട് Meta AI. ഓക്കെ, നമുക്ക് Meta AIയുടെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി യൂസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് റെസിപ്പി ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റിനുള്ളിൽ ആസ്ക് ചെയ്യും.